നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷം ശക്തമാകുന്നു. വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം. സിക്ക വൈറസ് ബാധ ചർച്ച ചെയ്യാൻ കേന്ദ്ര സംഘവുമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ച ഇന്ന്. വൈറസ് വ്യാപിച്ച പ്രദേശങ്ങളിൽ നാളെ സന്ദർശനം. സിക്ക ബാധിച്ചവരുടെ എണ്ണം 15ആയി. തെലങ്കാനയിൽ നിന്ന് കിറ്റെക്സ് സംഘം ഇന്ന് മടങ്ങിയെത്തും. വാറങ്കലിലെ ഫാക്ടറി നിർമ്മാണം ഉടൻ തുടങ്ങാൻ ധാരണ. കിറ്റെക്സ് നടത്തിയത് സംസ്ഥാനത്തെ അപമാനിക്കാനുള്ള ശ്രമമെന്ന് മുഖ്യമന്ത്രി. വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകാൻ CPM. സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. ലക്ഷ്യം തുടർച്ചയായ ഭരണം. ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനാണ് കിറ്റെക്സ് മാനേജ്മെന്റിന്റെ തീരുമാനം. തെലങ്കാനയിൽ ആദ്യഘട്ട നിക്ഷേപമായി 1000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാനാണ് കിറ്റെക്സ് ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി 150 ഏക്കർ ഭൂമിയാണ് വാറങ്കലിലെ കാക്കതീയ മെഗാ ടെക്സ്റ്റൈൽസ് പാർക്കിൽ തെലങ്കാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 4000 പേർക്ക് തൊഴിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാതെ തുടങ്ങും. ഗാർമെന്റ്സിന് പുറമെ അലൂമിനിയം, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നീ മേഖലകളിലേക്കും നിക്ഷേപം നടത്താൻ കമ്പനി ആലോചിക്കുന്നുണ്ട്. തെലങ്കാന അടക്കം 9 സംസ്ഥാനങ്ങളാണ് നിക്ഷേപം നടത്താൻ കിറ്റെക്സ് ഗ്രൂപ്പിനെ ക്ഷണിച്ചിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായും ചർച്ച നടത്തുന്നതിനെക്കുറിച്ച് കിറ്റെക്സ് മാനേജ്മെന്റ് ആലോചിക്കുന്നു. തുടർച്ചയായ ഉദ്യോഗസ്ഥ പരിശോധനകളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. തെലങ്കാന സർക്കാർ ചർച്ചകൾക്കായി വിമാനമയച്ചാണ് കിറ്റെക്സ് പ്രതിനിധികളെ കൂട്ടിക്കൊണ്ടുപോയത്. പദ്ധതി ആരംഭിച്ചാൽ പരിശോധനയുടെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോ ശല്യപ്പെടുത്തില്ല എന്നാണ് വ്യവസായ മന്ത്രി KT രാമറാവു കിറ്റെക്സിന് നൽകിയിട്ടുള്ള ഉറപ്പ്. ന്യൂസ് 18 കൊച്ചി. കിറ്റെക്സിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന പ്രചാരണം കേരളത്തെ അപമാനിക്കാനാണ്. ആരെയും വേട്ടയാടാൻ സർക്കാർ തയ്യാറല്ല. പക്ഷേ നിയമവും ചട്ടവും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ലെന്ന വാദം നാട് നിരാകരിച്ചതാണ്. നിതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞത്. നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു വാദം ഉയർത്തുമ്പോൾ അത് കേരളത്തിനെതിരായൊരു വാദമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. കേരളത്തെ അപമാനിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം എന്ന നിലക്ക് മാത്രമേ അതിനെ കണക്കിലെടുക്കാൻ പറ്റൂ. ഇപ്പം നീതി ആയോഗ് ഈ മാസം പ്രസിദ്ധപ്പെടുത്തിയ സുസ്ഥിര വികസന സൂചികയുണ്ട്. രാജ്യത്തെക്കുറിച്ചാണത്. പക്ഷെ അതിൽ കേരളമാണ് 1ാം സ്ഥാനത്ത്. 70,946 ചെറുകിട വ്യവസായ യൂണിറ്റുകൾ 5 വർഷത്തിനുള്ളിൽ ആരംഭിച്ചതുൾപ്പെടെയുള്ള കണക്കുകളും മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം എടുത്താൽ 70,946 ചെറുകിട വ്യവസായ യൂണിറ്റുകൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. 6,612 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ എത്തിയിട്ടുണ്ട്. 2 ലക്ഷം യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. 100 കോടി രൂപ വരെ മുതൽ മുടക്കുള്ള വ്യവസായങ്ങൾക്ക് ഒരാഴ്ചക്കകം അനുമതി നൽകാനുള്ള നിയമ ഭേദഗതിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആരെയും വേട്ടയാടാൻ ഈ സർക്കാർ തയ്യാറല്ല. എന്നാൽ നിയമവും ചട്ടവും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു കാര്യം നാം കാണണം, നിയമവും ചട്ടങ്ങളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പരാതികൾ വന്നാൽ സ്വാഭാവികമായി പരിശോധനയുണ്ടാവും. അത് ഏതെങ്കിലും തരത്തിലുള്ള വേട്ടയാടലായി കാണേണ്ടതായിട്ടേ ഇല്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ കേരളത്തിൽ വ്യവസായം നടത്തുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്, ആരെയും വേട്ടയാടാൻ ഈ സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് ആ കാര്യം. പരാതികൾ വന്നാൽ പരിശോധനയുണ്ടാകും. വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങളാണ് ഉയർന്നു വരുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം കിറ്റെക്സിന്റെയോ MD സാബു ജേക്കബിന്റെയോ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനത്തിന് മുഖ്യമന്ത്രി തയ്യാറായില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ന്യൂസ് 18 പരമ്പര വെള്ളാനകളുടെ നാടോ. മധ്യകേരളത്തിലെ ചരക്ക് ഗതാഗതത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ തുടക്കമിട്ട പദ്ധതിയാണ് കോട്ടയത്തെ ചെറുകിട തുറമുഖം.
എല്ലാ സൗകര്യങ്ങളോടെയും ഉദ്ഘാടനം ചെയ്തുവെങ്കിലും പ്രവർത്തനം പേരിൽ ഒതുങ്ങി. 2009 നാട്ടകത്ത് കോട്ടയം പോർട്ട് പ്രവർത്തനം തുടങ്ങിയത്. കൊച്ചിയിൽ നിന്ന് ബാർജ് വഴി വേമ്പനാട്ട് കായലിലൂടെ കണ്ടെയ്നറുകൾ കോട്ടയത്തെത്തിക്കുക, അവിടെ നിന്നും സമീപ ജില്ലകളിലേക്ക് ചരക്ക് കൊണ്ടുപോകുക. 2006 പദ്ധതി തുടങ്ങുമ്പോഴുള്ള സ്വപ്നം ഇതായിരുന്നു. 2009 അന്നത്തെ വ്യവസായ മന്ത്രി എളമരം കരീം തുറമുഖം ഉദ്ഘാടനം ചെയ്തു. 2013 ചെറുകിട തുറമുഖം എന്ന പദവിയിലേക്കും ഉയർന്നു. വർഷം പിന്നെയും മുന്നോട്ടു പോകുന്നു. എന്നാൽ സ്വപ്നം അങ്ങനെ അവശേഷിക്കുകയാണ്. ഉൾനാടൻ ജലഗതാഗത മാർഗത്തിലൂടെ ചരക്കെത്തിക്കുക. ഈ ആവശ്യത്തിനായി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ ആദ്യത്തെ ചെറുകിട തുറമുഖമാണ് കോട്ടയത്തേത്. കോടികൾ ചെലവിട്ട് എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാക്കി നിർമ്മിച്ച പദ്ധതി എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായി നിൽക്കുന്നത്? സ്ഥലം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെ: പ്രോത്സാഹന താല്പര്യം ഉണ്ടാകേണ്ടത് ചില ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്. അത് വളരെ കണ്ണടച്ചാ പോകുന്നത്. അത് വേണ്ട വിധത്തിൽ അവർക്കിതിൻ്റെ കൺസെപ്റ്റ് തന്നെ പൂർണ്ണമായി പിടികിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കിട്ടിയിരുന്നു എന്ന് വരികിൽ ഇതിനേക്കാൾ കൂടുതൽ സ്പീഡ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ആരെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു തടസ്സവും ലോക്കലായിട്ടുണ്ടായിട്ടില്ല. പിന്നെ ചെയ്യേണ്ടതെല്ലാം ഭരണകേന്ദ്രങ്ങളിലാണ്. അതുകൂടി ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 2019 പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ ബാർജ് എത്തി. പിന്നീട് ഏതാനും മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ന്യൂസ് പ്രിന്റുകൾ വരുന്നതൊഴിച്ചാൽ കോട്ടയം തുറമുഖം നിശ്ചലമാണ്. രാജ്യത്തിന് പുറത്തു നിന്നുള്ള ചരക്കുകൾ നേരിട്ട് വരുന്നതിനുള്ള അനുമതിയും ഇതുവരെയില്ല. തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മന്ത്രിമാരുടെ സന്ദർശനങ്ങൾ, ഉയരുന്ന പ്രതീക്ഷകൾ, അതിനുമപ്പുറം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മന്ത്രിമാരുടെ സന്ദർശനങ്ങൾ, ഉയരുന്ന പ്രതീക്ഷകൾ, അതിനുമപ്പുറം ഉദ്ദേശലക്ഷ്യങ്ങൾ ഒന്നും പൂർത്തീകരിക്കാത്ത ഒരു സ്മാരകമായി കോട്ടയം തുറമുഖം അവശേഷിക്കുകയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സിക്ക വൈറസ് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11-നാണ് കൂടിക്കാഴ്ച. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ നാളെ സംഘം സന്ദർശിക്കും. 6-അംഗ സംഘമാണ് ഇന്നലെ കേരളത്തിൽ എത്തിയത്. നന്ദൻകോട്, പാറശാല ഭാഗങ്ങളിൽ നിന്നായി ശേഖരിച്ച 27 സാമ്പിളിൽ കൂടുതൽ ഫലങ്ങൾ ഇന്ന് വരും. സിക്ക ആദ്യം സ്ഥിരീകരിച്ച ഗർഭിണിയായ യുവതി താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് നന്ദൻകോടും പാറശാലയും. ഇന്നലെ നന്ദൻകോട് സ്വദേശിക്കാണ് പുതുതായി സിക്ക സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 15ആയി. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ഇന്നും വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്തേക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. ബുധനാഴ്ച വരെ മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ശക്തമായ കാറ്റുള്ളതിനാൽ 14 വരെ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. വീഴ്ചകൾ ഉടനടി തിരുത്തി മുന്നോട്ടു പോകാൻ CPM-ൽ തീരുമാനം. പാർട്ടിയിലും മുന്നണിയിലും സർക്കാരിലും അപസ്വരങ്ങൾ ഉണ്ടാകാതെ നോക്കും. സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാതെ നോക്കാനും ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ജാഗ്രതയോടെയുള്ള ശ്രമങ്ങളുണ്ടാകും. പാർട്ടിക്കൊപ്പം മുന്നണിയെയും ശക്തിപ്പെടുത്തി തുടർച്ചയായ ഭരണമാണ് CPM ലക്ഷ്യമിടുന്നത്. തുടർച്ചയായ മൂന്നാമത്തെ സർക്കാർ എന്ന സ്വപ്നത്തിലേക്ക് ഇപ്പോഴേ തന്ത്രങ്ങൾ ഒരുക്കാനാണ് സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം. അതിനുവേണ്ടി കാര്യക്ഷമവും പഴുതടച്ചതുമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനാണ് തീരുമാനം. സർക്കാരിന് മികച്ച പ്രതിച്ഛായയാണുള്ളത്. അത് നഷ്ടപ്പെടാതെ നോക്കണം. ജനങ്ങളുമായി സർക്കാരിനും പാർട്ടിക്കുമുള്ള ബന്ധം മെച്ചപ്പെടുത്തണം. പാർട്ടി ശക്തിപ്പെടുത്താൻ വീഴ്ചകൾ അപ്പോൾ കണ്ടെത്തി തിരുത്തൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകും. മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ചില പോരായ്മകൾ
തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിടയുണ്ട്. പാർട്ടി അത്തരം കാര്യങ്ങളെ ഗൗരവപൂർവ്വമാണ് സമീപിക്കാറ്. ഒപ്പം മുന്നണിയെയും ശക്തിപ്പെടുത്തും. ഘടകകക്ഷികളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കണ്ട് പരിഹരിക്കും. മുന്നണിയുടെ കെട്ടുറപ്പിന് അത് അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടുകൂടിയാണ് മുന്നണി നേതാക്കൾ മത്സരിച്ച പാലായിലും കൽപ്പറ്റയിലും തോൽവി അന്വേഷിക്കാൻ CPM തന്നെ കമ്മീഷനെ നിയോഗിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങൾക്കും പുറമെ കേരള കോൺഗ്രസുകൾ മത്സരിച്ച പെരുമ്പാവൂർ, പിറവം എന്നിവിടങ്ങളിലും അന്വേഷണമുണ്ടാകും. കുറ്റ്യാടിയിൽ MLAക്കെതിരെ തന്നെ കടുത്ത നടപടിയെടുത്തതും മുന്നണി ബന്ധത്തിന്റെ പ്രാധാന്യം അണികളെ ബോധ്യപ്പെടുത്താനാണ്. അടൂരിൽ CPI നേതാവ് ചിറ്റയം ഗോപകുമാറിന് വോട്ട് കുറഞ്ഞതും പരിശോധിക്കും. അടുത്ത ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്ത് ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് തിരുത്തൽ നടപടികൾ ആരംഭിക്കും. വീഴ്ചയുണ്ടായ മണ്ഡലങ്ങളിലെ അന്വേഷണ കാര്യത്തിലും ഈ യോഗങ്ങളിൽ തീരുമാനമുണ്ടാകും. CPMൽ നിന്ന് BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികളും ഉണ്ടാകും. ഇടതുമുന്നണി 3ാം സ്ഥാനത്തായ മണ്ഡലങ്ങളിലെ പരിശോധന ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പാലക്കാടും കാസർഗോഡും മഞ്ചേശ്വരത്തും പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനാണ് ശ്രമം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ചെറായി സ്വദേശിയായ യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ഭർത്താവ് അറസ്റ്റിൽ. തൃശൂർ സ്വദേശി നിർമ്മൽ മോഹനാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിലെ ജോലിസ്ഥലത്ത് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയതായാണ് യുവതിയുടെ പരാതി. രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ യുവതിയെ ചെറായിലെത്തിയും മർദ്ദിച്ചു. മുഖത്തടിക്കുകയും ചവിട്ടുകയും ചെയ്തതായി യുവതി ആരോപിച്ചു. അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടത് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കണേന്ന്. അതേ തുടർന്നുണ്ടായ പ്രശ്നത്തിൽ എന്നെ വളരെയധികം മർദ്ദിക്കുകയും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് എന്നെ എന്താ പറയുക, കെട്ടിത്തൂക്കി ഫാനിലിടും, കെട്ടിത്തൂക്കും, ഒരാളും ചോദിക്കാൻ വരില്ല, ഞാൻ മരിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മകൻ്റെ മുന്നിൽ, 4 വയസ്സുള്ള മകൻ്റെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുകയും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയും, അതുമാത്രമല്ല വളരെ വൈകൃതങ്ങളായ കുറേ കാര്യങ്ങൾ, അതായത് കാല് നക്കിക്കുക, മുഖത്ത് തുപ്പുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. മാറക്കാനയിൽ സ്വപ്ന ഫൈനൽ.